വണക്കം. അങ്ങനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള പോലീസ് ഓട്ടിച്ചിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇത്തവണ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കേരള പോലീസ് ഒരുക്കി വച്ചിരുന്നത്. പിന്നെ നമ്മുടെ സഖാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചത്ത് തീർക്കാനുള്ള സകല വൈരാഗ്യങ്ങളും തീർത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കാവുന്നതിൻ്റെ മാക്സിമം അധിക്ഷേപിച്ച് അദ്ദേഹത്തെ ജയിലിലോട്ട് ആനയിച്ച് വിട്ടിട്ടുണ്ട്. കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് പൊതിച്ചോറ് കൊടുത്താണ് കയറ്റിവിട്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പറയാനായിട്ട് ഉള്ളൂ. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടം അകത്തു പോയപ്പോൾ ഇത്രയധികം വിഷമിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനെ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ആദ്യം മുതൽ പറയുകയാണ്, ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളിയിലെ വളരെ മാന്യനായിട്ടുള്ള ആദരണീയ കുലോത്തുങ്കനായിട്ടുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഷാജൻ ചേട്ടൻ കിടന്ന് നിലവിളിയും കരച്ചിലും നെഞ്ചത്തടിയും ഒപ്പാരുമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിവൃത്തിയുമില്ല. എന്തായിരുന്നാലും ഇതോടെല്ലാം കൂടെ ഷാജൻ ചേട്ടൻ ഒരു കറകളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ള കാര്യം അടിവരയിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ പല ഹാൻഡിലുകളും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അണ്ണനോട് പല ആൾക്കാരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി കോൺഗ്രസിൻ്റെ എന്തൊക്കെയായിരുന്നു എന്നാണ് അണ്ണൻ പറയുന്നത്. സംഭവമൊക്കെ സത്യമായിരിക്കാം. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ പടക്കുതിരയായിരുന്നു, തങ്ക കട്ടിയായിരുന്നു, തങ്ക കമ്പിയായിരുന്നു, അങ്ങനെ പല പല കാര്യങ്ങളുമൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി കേരളീയ സമൂഹത്തിന് മുന്നിൽ ഒരു പെണ്ണുപിടിയനാണ് എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ. പിന്നെ വേറൊരു കാര്യം, റീച്ചിന് വേണ്ടി അണ്ണൻ പല പല കാര്യങ്ങളും തിരിച്ചും തിരിച്ചും പറയുന്നുണ്ട്. പക്ഷേ അണ്ണൻ്റെ ഉള്ളിലെ ആ ദുഃഖം അത് ആരും കാണാതെ പോകരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും അണ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ചീമുട്ട എറിയാനായി കേരള പോലീസ് സൗകര്യമൊരുക്കി കൊടുത്തു എന്ന തരത്തിലായിരുന്നു അതിൻ്റെ തമ്പനെയിൽ എന്ന് പറയുന്നത്. അതായത് ചീമുട്ട എറിയാൻ അവസരമൊരുക്കി രാഹുലുമായി പോലീസിൻ്റെ പട്ടി ഷോ എന്നായിരുന്നു ആ വാർത്തയുടെ തമ്പനെയിൽ എന്ന് പറയുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ മാത്രമല്ല, ഗോവിന്ദച്ചാമിയെ പിടിച്ചപ്പോൾ ഗോവിന്ദച്ചാമിയുടെ കരണക്കുറ്റി നോക്കി നല്ലെണ്ണം പുകയ്ക്കുന്ന ഒരാളെ നമ്മൾ കണ്ടതാണ്. അത് സ്വാഭാവികമായിട്ടും കേരളീയ സമൂഹത്തിൻ്റെ ഒരു വികാരം എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അതായത് ഗോവിന്ദച്ചാമിയെ കണ്ടപ്പോൾ ഗോവിന്ദച്ചാമിയുടെ കരണക്കുറ്റി നോക്കി അടിച്ച് പറ്റിച്ചു കൊടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഗോവിന്ദച്ചാമി മാത്രമല്ല, ഇതുപോലുള്ള ക്രിമിനൽസ്, ആ ക്രിമിനൽസിനെ എവിടെ കിട്ടിയാലും കേരളത്തിലെ ജനങ്ങൾ മോബ് ലിഞ്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. പിന്നെ നമ്മുടെ കേരള പോലീസ് ഇത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ടും കേരളത്തിലെ കുറച്ച് ജനങ്ങൾക്ക് സിവിക് സെൻസിൻ്റെ അങ്ങേയറ്റം ഉള്ളതുകൊണ്ടും ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഇവിടെ ചിക്കനും മട്ടനും ഒക്കെ തിന്ന് ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ജയിലിൽ ഇപ്പോൾ കൂലിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതായത് 10 കൊല്ലം ജയിലിൽ പോയി കിടന്ന നമ്മൾ 10 കൊല്ലം അധ്വാനിക്കുന്നതിനെക്കാട്ടിലും ശമ്പളം ഉണ്ടാക്കി അവിടെ നിന്നും പുറത്തിറങ്ങി വരാം എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്തായിരുന്നാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ചീമുട്ട എറിയാൻ കേരള പോലീസ് അവസരം ഒരുക്കി എന്ന് പറയുമ്പോഴും എന്തായാലും ഷാജൻ അണ്ണൻ്റെ വാർത്ത കൊടുക്കുന്ന രീതി എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം അദ്ദേഹം നമ്മുടെ അന്യൻ സിനിമയിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, വിക്രത്തിൻ്റെ ക്യാരക്ടർ, അന്യൻ ചിലപ്പോൾ അമ്പിയാവും, അമ്പി ചിലപ്പോൾ റെമോയാവും എന്ന് പറയുന്നത് പോലെയാണ് അണ്ണൻ്റെ വാർത്ത കൊടുപ്പെന്ന് പറയുന്നത്. അന്ത 5 കൊലയും എന്ത് തപ്പും പണ്ണതേണ്ട അന്ത എന്നെ വെളിയെ പോവിടുകോ അമ്പി വെളിയെ പോവിട എന്ന് പറയുന്നത് പോലെയാണ് അണ്ണൻ്റെ വാർത്ത എന്ന് പറയുന്നത്. അണ്ണൻ ആദ്യം കൊടുക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, അറസ്റ്റിൽ പുഞ്ചിരി, ജയിലിൽ വിഷണ്ണൻ, ഇനി നാണക്കേടിൻ്റെ കസ്റ്റഡി എന്ന് പറയും. എന്നിട്ട് അണ്ണൻ അടുത്ത തമ്പനയിൽ വാർത്തയുടെ കൊടുക്കുന്നത്, 3-ാം കേസും അടിമുടി പാളി, പിണറായിയുടെ നെഞ്ചത്ത് കയറി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയും. ഇനി അടുത്ത തമ്പനയിൽ അണ്ണൻ കൊടുക്കുന്നത്, പെണ്ണുപിടിയനെന്ന് തീർച്ച, ഹോ നാണം കെട്ട നാറി എന്ന് പറഞ്ഞുള്ള തമ്പനയിൽ കൊടുക്കും. പെണ്ണുപിടിയനാണ് തീർച്ച, ഇനി അറിയേണ്ടത് സൈക്കോ ക്രിമിനലോ. അത് കഴിഞ്ഞ് അടുത്ത തമ്പനയിൽ അണ്ണൻ കൊടുക്കുന്നത്, പിണറായിയുടെ പദ്ധതി പാളി, രാഹുൽ മാങ്കൂട്ടം ഈസിയായിട്ട് പുറത്തിറങ്ങി വരും. ഇല്ല, എനിക്ക് മനസ്സിലാവാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ തലയ്ക്ക് വല്ല ഓളമുണ്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഒരെണ്ണത്തിൽ പറയും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പുറത്തിറങ്ങി ഓടിച്ചാടി പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടുമെന്ന്. വേറൊരെണ്ണത്തിൽ പറയും, ഇതുപോലൊരു പെണ്ണുപിടിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. പിന്നെ വേറൊരെണ്ണത്തിൽ വന്ന് പറയും രാഹുൽ മാങ്കൂട്ടം നാണം കെട്ട്, ഇനി രക്ഷയില്ല, ഇവനൊന്നും ഇനി ഒരു കരിയറുമില്ല. ഇനി അടുത്തതിൽ വന്ന് പറയും എത്രയോ പേര് പുറത്തിറങ്ങി നടക്കുന്നു, അയ്യോ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇപ്പോഴും പുറത്തിറങ്ങി തേരാപ്പാരാ നടക്കണം, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനേ ഇനി കരിയറുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ എൻ്റെ ഈ വീഡിയോ ഒക്കെ അണ്ണൻ്റെ ശ്രദ്ധയിൽ
പെടുത്തി കഴിഞ്ഞാൽ പെടൂല, അതാണ് നമ്മുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ണ അടുത്ത വീഡിയോ ഇടും, ഈ ചാനലിലെ നിലപാടെന്ന് പറയുന്നത് സത്യം പറയട്ടെ ഒരു നിലപാടില്ലാത്തവനാണ് ഞാൻ എന്നങ്ങ് പച്ചയ്ക്ക് പറയാം. അതിലൊന്നും ഒരു മടിയില്ലാത്തൊരു മനുഷ്യനാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്നത്. എനിക്കൊരു നിലപാടില്ല എനിക്ക് എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. പിന്നെ പറയും അന്നെന്ന് വരുന്ന വാർത്തയാണ് അന്നെന്ന് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ചിലപ്പം രാഹുൽ മാങ്കൂട്ടം ഒരു മൂന്നാമതൊരു പെണ്ണ് കേസ് വന്നു, അപ്പം പെണ്ണുപിടിയനായി. നാളെ ഈ മൂന്നാമത് പെണ്ണ് കേസ് ന്യായീകരിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ പെണ്ണുപിടിയനല്ലാതെയായി. അത് കഴിഞ്ഞ് നാലാമത്തെ പെണ്ണ് കേസ് വരുമ്പോൾ മാത്രം നമുക്ക് പിന്നീട് വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത്. അതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ അഴുക്ക അലവലാതിയെ ചീമുട്ട എറിഞ്ഞു, നല്ല പട്ട ചീമുട്ട എറിഞ്ഞു അവിടെ DYFI പ്രവർത്തകരോ യുവമോർച്ച പ്രവർത്തകരോ ആരൊക്കെയോ സ്വീകരിക്കുന്നൊരു കാഴ്ച അത് സോഷ്യൽ മീഡിയയിൽ കിടന്നോടുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ഞാൻ കുറച്ചൊന്ന് കാണിക്കാം. പച്ച തെറിയാണ് വിളിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഏതാ ഒരുത്തൻ തലക്കിട്ട് കൊട്ടുവടാ പിണറായി ഇവിടെ തന്നെ ഉണ്ടടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ മുഴുത്ത DYFI പ്രവർത്തകനാണ്. എന്തായാലും അങ്ങനെ പറയുന്ന ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം നമ്മുടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡിയിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ പിഷാരടിയാണ്, രമേശ് പിഷാരടി, അമർ അക്ബർ അന്തോണിയിൽ. അതായത് കഞ്ചാവ് നട്ട് വളർത്തിയിട്ടും ടെറസിൻ്റെ മുകളിൽ കഞ്ചാവ് നട്ട് വളർത്തിയിട്ട് എല്ലാവരെയും ഉപദേശിക്കും നല്ലപോലെ ജീവിക്കണമെന്ന്. അവസാനം അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പുഞ്ചിരിയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കയറുന്നൊരു പിഷാരടിയാണ്. ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഓർമ്മ വരുന്നത്. എന്തായാലും ഷാജൻ അണ്ണനോട് എനിക്ക് പറയാനുള്ളത്, അണ്ണ അവൻ പോയി, അവൻ നാണം കെട്ട് നാറി അഴുവി. ഇനി അവനെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അണ്ണ ഇനി ഷാഫിയുടെ പേരിൽ വല്ല കേസും വരാൻ നോക്കും. ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് മുറുമുറുപ്പുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ ഈ തരവഴിത്തരവും ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു. ഇനി അതൊക്കെ പുറത്ത് വരാതെ നോക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് നിർവാഹമുള്ളൂ. എന്തായാലും കോൺഗ്രസ് വരുമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ മറുനാടൻ മലയാളിയിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഷാജൻ സ്കറിയൻ അണ്ണൻ ഇരിക്കുന്നത്. കാരണം കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അണ്ണൻ അഴിഞ്ഞാടാം എന്നുള്ളൊരു രീതിയിലാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ വീഡിയോ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് കണ്ടിട്ട് വരാം. ഈ വലിയ കാറ്റടിക്കാൻ വന്നതാ എന്താ ഉളപ്പാടാ അതിന്റെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റോറി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതായത് എങ്ങനെയാണ് ഈ മൂന്നാമത്തെ പീഡന കേസ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബഹുരസമാണ്. ഈ മൂന്നാമത്തെ പീഡന കേസ് വല്ല നാട്ടിലുള്ളൊരു സുഹൃത്ത് വഴി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പർ കിട്ടിയ ഒരു യുവതി. ഈ യുവതിയാണ് ഇപ്പോൾ ബലാത്സംഗ കേസിലെ പരാതിക്കാരി എന്ന് പറയുന്നത്. ഈ യുവതി പോലീസിന് മൊഴി നൽകി. ഈ മൊഴിയിൽ എന്താണ് പറയുന്നത്? മൊഴിയിൽ പറയുന്ന കാര്യം കേട്ടിട്ടാണ് അസാമാന്യ കഴിവുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഞാൻ മനസ്സിലാക്കി കളഞ്ഞത്. വെറും കഴിവല്ല, ഇവൻ അസാമാന്യ കഴിവാണ്. പെണ്ണ് സുനിയൊന്നും ഇവൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എന്തായാലും രാഹുലിൻ്റെ നമ്പർ ഒരു സുഹൃത്ത് നൽകി. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ നമ്പർ വെറുതെ ഫോണിൽ അതിങ്ങനെ സേവ് ചെയ്തിട്ടു. രാഹുൽ മാങ്കൂട്ടം ഒരു MLA ആണല്ലോ, സേവ് ചെയ്തിട്ടേക്കാണ്. അങ്ങനെ 31-കാരിയായിട്ടുള്ള ഈ യുവതി പോലീസിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2019 മുതൽ ഇവർ കാനഡയിലാണ് താമസം, ജോലി അവിടെ തന്നെയാണ്. നാട്ടിലുള്ള പപ്പയ്ക്ക് മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യുന്നതിനായിട്ട് 2023 സെപ്റ്റംബറിൽ നാട്ടിലെ ബാല്യകാല സുഹൃത്തായ മറ്റൊരു രാഹുലിന്, ഈ രാഹുലല്ല വേറെ ഏതോ രാഹുൽ, അതായത് നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്, ഒരു കല്ലെടുത്ത് മുകളിലോട്ടിട്ടാൽ തലയിൽ വന്ന് വീണത് ഏതെങ്കിലും രാഹുലിൻ്റെയോ അഖിലിൻ്റെയോ അക്ഷയുടെയോ അമലിൻ്റെയോ വിഷ്ണുവിൻ്റെയോ തലയിലായിരിക്കും. അത്രയ്ക്ക് കോമണാണ് ഈ പേരുകളെന്ന് പറയുന്നത്. അങ്ങനെ ഈ രാഹുലിന് അയച്ച മെസ്സേജ്, പപ്പയ്ക്ക് ഫോൺ ഓർഡർ ചെയ്തിട്ട് വേറൊരു രാഹുലിന് അയച്ച മെസ്സേജാണ്, അത് പോയത് ഈ വേട്ടാവളയനായിപ്പോയി. ഏത് നേരത്താണോ ഈശ്വര, അങ്ങനെ പറഞ്ഞാലും പറ്റൂല, ഏത് ഗുളികം കയറിയ നേരത്താണോ എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ രാഹുലിന് മെസ്സേജ് പോയി. കൊറിയർ കമ്പനിയുടെ ലിങ്കാണ് അയച്ചു കൊടുത്തത്. ആ ലിങ്ക് തെറ്റി രാഹുൽ മാങ്കൂട്ടത്തിനാണ് പോയത്. എന്നാൽ സന്ദേശം മാറി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പറിലോട്ട് പോയി. മനസ്സിലായ ഉടനെ, അതായത് ഇത് വേറെ നമ്പറിലോട്ടാണ് പോയി എന്നറിഞ്ഞ ഉടനെ ഡിലീറ്റ് ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം മുതൽ മെസ്സേജുകൾ തുടങ്ങി. ഹായ് മൊളുസേ, ഹലോ, ഹൗ ആർ യു, കഴിച്ചോ, പിണക്കമാണോ മൊളുസേ, ജാടയാണോ, സുന്ദരിയായതുകൊണ്ടായിരിക്കും അല്ലേ, എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകളാണ് പിറ്റേ ദിവസം മുതൽ ഈ പെങ്കൊച്ച് കാണുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഒരു MLA ആണ്. ഒരു MLAയുടെ മെസ്സേജിൽ നിന്നും ഇങ്ങനെ നമ്പറിൽ നിന്ന് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുകയാണ്. വന്നു തുടങ്ങുമ്പോൾ ആരായിരുന്നാലും കൊള്ളാമല്ലോ, ഒരു MLA എനിക്ക് മെസ്സേജ് അയക്കുന്നു,
ഹൗ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും ആ ബന്ധം തുടരാനേ ശ്രമിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് ഇപ്പം ഞാനിങ്ങനെ ഫോണും വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഞാനിങ്ങനെ ഫോണും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സണ്ണി ലിയോൺ എൻ്റെ ഫോണിൽ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യും? അവരെ ബ്ലോക്ക് ചെയ്യുമോ? ഇല്ല. അയ്യോ, സണ്ണി ലിയോൺ മെസ്സേജ് അയക്കുന്നു, എൻ്റെ പൊന്നോ, ഞാൻ അവർക്ക് തിരിച്ച് തുരുതുരാ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വേറെ. അതൊരു ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത്. അവർക്ക് തുരുതുരാ മെസ്സേജ്. ഇനി സണ്ണി ലിയോൺ വേണ്ട, സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ് ഇപ്പോൾ വിവാദമാവേണ്ട, വേറെ ആരെങ്കിലും, സണ്ണി ലിയോൺ വേണ്ട, നമുക്കൊരു മോഹൻലാൽ മെസ്സേജ് അയക്കുന്നു, അയ്യോ ലാലേട്ടൻ മെസ്സേജ് അയക്കുന്നു, അങ്ങനെയല്ലേ തോന്നും. അപ്പോൾ അങ്ങനെയല്ലേ ചെയ്യൂ. അപ്പോൾ ആ യുവതിയെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. ആ യുവതിയെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ യുവതി പരസ്പരം രാഹുൽ മങ്കുട്ടം എന്ന് പറയുന്ന ഇത്രയ്ക്ക് കിടുക്കാച്ചിയായിട്ടുള്ള, ഷാജഹാനൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യനായ സരസനായിട്ടുള്ള, എല്ലാ കാലത്തും എല്ലായിടത്തും തലയെടുപ്പോടി, അങ്ങനെ പറഞ്ഞാലും പറ്റില്ല, തല ഉയർത്തി എന്ന് പറഞ്ഞാലും പറ്റില്ല, തല പൊങ്ങി നിൽക്കുന്ന അണ്ണനെന്ന് തന്നെ പറയണം. ആ അണ്ണൻ്റെ അടുത്ത് ആ അണ്ണൻ്റെ മെസ്സേജ് വരുമ്പോൾ യുവതി ഒരു സൗഹൃദം സ്ഥാപിച്ചു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്രമേണ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. കുടുംബക്കാരൊക്കെ ചോദിച്ചറിഞ്ഞു. വർഷങ്ങളോളം പരിചയമുള്ള ആളെപ്പോലെയാണ് സംസാരിച്ചതെന്നാണ് ഈ യുവതി പോലീസിന് കൊടുത്ത മൊഴി. അല്ലെങ്കിൽ ഈ കോഴികളൊക്കെ അങ്ങനെയാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും, ഷിടാ എന്ത് നല്ല ചേട്ടൻ, എന്ത് കെയറാണ് ഈ മനുഷ്യന് എന്ന് തോന്നും. അതുകൊണ്ടാണ് ഈ വർഷങ്ങളോളം പരിചയമുള്ള ആളെപ്പോലെ തോന്നുന്നത്. അങ്ങനെ കെയറാണ് ഈ ഏട്ടൻ എന്ന് വിചാരിച്ചു പോകും. വിവാഹിതയാണ് ഞാൻ എന്ന് രാഹുലിനോട് പറഞ്ഞു. ആര്? ഈ യുവതി പറഞ്ഞു, ഞാൻ വിവാഹിതയാണ്. ഭർത്താവിനെക്കുറിച്ചും കുട്ടികളുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു ഇവൻ. കുട്ടികളുണ്ടോ, ഭർത്താവ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. എന്തായാലും കുട്ടികളില്ലാത്തത് എന്താണെന്ന് ചോദിച്ചു. അത് കുട്ടികളില്ല എന്ന് യുവതി പറഞ്ഞു. അപ്പോൾ എന്താണ് കുട്ടികളില്ലാത്തതെന്ന് ചോദിച്ചു. എല്ലാം അറിയണം കാളാപ്പൂലിനും. അപ്പോൾ കുട്ടികളില്ലാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ യുവതി പറഞ്ഞു, അത് ദാമ്പത്യത്തിൽ ചില പൊരുത്തക്കേടുകളുണ്ട്, അതിൽ പിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നാണ് ഇവൻ. അതായത് ദാമ്പത്യ പൊരുത്തക്കേടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്തു? അത് ചാടി കയറി അങ്ങ് പിടിച്ചു. അതാണ് ഈ അലവലാദികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഏതെങ്കിലും പെണ്ണുങ്ങളെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ കയറി സുനാപ്പി വയ്ക്കാൻ നിൽക്കും കുറേ എണ്ണം. അതാണ് യുവമാരെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത്. അതാണ് ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഈ കെയർ ബോയ്സ് ഉണ്ടല്ലോ, ഈ കെയർ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഈ പീരീഡ്സ് ആകുമ്പോൾ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആർത്തവം അശുദ്ധിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പീരീഡ്സ് ആയിരിക്കുന്ന വയറുവേനയൊക്കെ എടുത്തിരിക്കുന്ന പെണ്ണുങ്ങൾ എന്ത് പറയും, തൊട്ടടുത്തിരിക്കുന്ന കൊളീഗിനോട്, അതിപ്പോൾ ജോലി സ്ഥലത്തായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, കൊളീഗിനോട് പറയും എനിക്ക് പീരീഡ്സ് ആണ് വയ്യ എന്ന് പറയും. അപ്പോൾ ഇത് ഇവർക്ക് ഭർത്താവോ, അതായത് ഈ പറയുന്ന പെണ്ണിന് ഭർത്താവോ എല്ലാ ആൾക്കാരും ഉണ്ടെങ്കിൽ ഇവൻ ഇഷ്ടപ്പെടില്ല. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്, ഇതൊക്കെ പറയാൻ കൊള്ളാമോ എന്നാണ് ഇവൻ ചോദിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അത് തെറ്റാണ്, അത് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ തോന്നും. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, കൂടെ ഇരിക്കുന്ന ഈ കൊളീഗ്, ഈ അലവലാതി, ഈ പീരീഡ്സ് ആണെന്ന് കേൾക്കുമ്പം അതീ പിടിച്ച് കയറും. പിന്നെ വെള്ളം വേണോ, എണ്ണ വേണോ, പിണ്ണാക്ക് വേണോ, മിഠായി വേണോ, കാഡ്ബറീസ് മേടിച്ച് തരട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും ഇല്ല, ചില അലവലാദികൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ സമൂഹത്തിൽ പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ തള്ളികളഞ്ഞാൽ ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വിവാഹിതയാണ്, പക്ഷേ എന്താണ്, എനിക്ക് കുട്ടികളില്ലാത്തത് ദാമ്പത്യത്തിൽ പൊരുത്തക്കേടാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അവന് ഒറ്റപ്പാലത്ത് പോയി രജിസ്റ്റർ ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് അലവലാതി. അങ്ങനെ തനിക്ക് 3 കുട്ടികളെങ്കിലും വേണം, എനിക്ക് ഒന്നൊന്നും പോരാ, എനിക്ക് 3 വേണം, അമ്മാതിരി ആംബിയറടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ നിന്നത്. പക്ഷേ തിരക്ക് കാരണം അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഉദ്ദേശം എന്തിനാണ്, നമുക്ക് ഈ ബന്ധം അങ്ങ് തുടർന്ന് പോവാം, 3 കുട്ടികളും ആവാം, പക്ഷേ ഞാൻ അവിടെ കാണില്ല. ഞാൻ മിക്കവാറും കേരളത്തിലായിരിക്കുമല്ലോ, മക്കളവിടെ ഇന്നോ. നമ്മുടെ ഒരു ബീഹാറി ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തല്ലോ നമ്മുടെ ബാലേഷ അണ്ണൻ്റെ മോൻ, അതുപോലെ ഒരു സെറ്റപ്പായിരുന്നു അണ്ണ ഉദ്ദേശിച്ചത്. എന്തായിരുന്നാലും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവർക്ക് നല്ലൊരു അമ്മയെ വേണം. എന്തായാലും മോളൂസ് അവർക്ക് നല്ലൊരു അമ്മയായിരിക്കും, പക്ഷേ ഞാൻ അവർക്ക് നല്ലൊരു ഫാദർ ആയിരിക്കുമോ മോളെ എന്ന് ചോദിച്ചപ്പോൾ ആയിരിക്കില്ലേ എന്ന് മോളെ തിരിച്ചു ചോദിച്ചു. അപ്പോൾ അണ്ണൻ പറഞ്ഞു ആയിരിക്കും, പിന്നെ ഞാൻ നല്ലൊരു ഫാദർ ആയിരിക്കും എന്നാണ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. എന്തായിരുന്നാലും ഈ സംഭവമൊക്കെ ഇങ്ങനെയൊക്കെ നടന്ന് സംഭവമൊക്കെ ചീറ്റിപ്പോയ ശേഷം അവൻ കുറേ അലവലാതി മെസ്സേജുകൾ അങ്ങോട്ട് വെച്ച് ഭീഷണി, പേടിപ്പിക്കാൻ നീ എന്നെ നോക്കണ്ട, ലോകത്തൊരു മനുഷ്യനും നോക്കണ്ട, നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ ഞാൻ ചെയ്യുന്നത് നീ താങ്ങില്ല എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചൊരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു. നിനക്ക് നല്ലൊരു പാർട്ട്ണർ ആയിരിക്കില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു ഫാദർ ആയിരിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഇതൊക്കെ നമ്മുടെ ഷാജഹാൻ കിടന്ന് പറഞ്ഞ് മെഴുകുന്നുണ്ട്. അതായത് സമനില തെറ്റിയ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ അയച്ചു പോയി. ആരായാലും അങ്ങനെയല്ലേ അയക്കൂ, സ്വാഭാവികമായിട്ടും. കാരണം എല്ലാം പോയി, എല്ലാം നശിച്ച് നാറാണക്കല്ലെടുത്ത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനൊരു മെസ്സേജ് അയക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് നമ്മുടെ ഷാജഹാൻ ചോദിക്കുന്നത്. ഒരു തെറ്റുമില്ല അണ്ണ, ഒരു തെറ്റുമില്ല. സംഭവം അവിടെ വല്ല CPM കാരന്മാരും ആയിരുന്നെങ്കിൽ മാത്രമേ അണ്ണൻ അത് തെറ്റായിട്ട് തോന്നുകയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അത് വെടിപ്പെന്നല്ല ഞാൻ പറയണതെങ്കിൽ അണ്ണൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടം അകത്തായി.
ഇനിയിപ്പം കേസിൽ ജാമ്യം വേണം, ജാമ്യം കിട്ടും, കിട്ടാതിരിക്കില്ല. അപ്പോൾ അടുത്ത കേസ് വരും. ഇനി അതിജീവിതമാരുണ്ടെന്നാണ് നാടുനീളെയുള്ള സംസാരം. അത് സംസാരം മാത്രമല്ല, സത്യമാണെന്നുള്ളതാണ് ഒരു നഗ്നമായിട്ടുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ശരി.